എല്ലാവർക്കും നമസ്കാരം. ജേണി ഓഫ് മൈ ലൈഫ്. ഇതുവരെ എത്തി നിൽക്കുന്ന ജീവിതയാത്രയിലൂടെ ഒരു സഞ്ചാരം. പരാജയങ്ങളും സങ്കടങ്ങളും പോരാട്ടങ്ങളും സ്വപ്നങ്ങളും അതിൽ നിന്ന് നേടിയെടുത്ത വിജയങ്ങളുമാണ് ഇന്നത്തെ ജീവിതത്തെ രൂപപ്പെടുത്തിയത്. പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമായി. എന്നെപ്പോലെയുള്ളവർക്ക് ഭിന്നശേഷി എന്ന മനോഹരമായ ഒരു ലേബലും കൂടിയുണ്ട്. പല കാര്യങ്ങളിലും മാറ്റി നിർത്തപ്പെടാൻ ഈ മുദ്ര ധാരാളം മതിയായിരുന്നു. സമൂഹം പല കാര്യങ്ങളിലും അധികം മാനദണ്ഡമാക്കുന്നത് കഴിവുകളെയല്ല, എല്ലാം തികഞ്ഞവരെയാണ്. എന്തു കുറവുകളുണ്ടെങ്കിലും വിജയിച്ച് മുന്നേറാൻ ഒരു മനസ്സുണ്ടെന്ന കാര്യം അധികം മനസ്സിലാക്കാത്ത കാലത്താണ് എൻ്റെ ജീവിതയാത്ര തുടങ്ങുന്നത്. പോളിയോ എന്ന രോഗം എന്നിലെ ജീവിതയാത്രയുടെ താളം തെറ്റിച്ചുകൊണ്ട് കടന്നു വന്നു. മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് മേലെ ഒരു കരിനിഴൽ പടർത്തിയെങ്കിലും അവർ നെഞ്ചോട് ചേർത്ത് തന്നെ പരിപാലിച്ചു. നല്ല വിദ്യാഭ്യാസം നൽകി. എന്നാൽ പുറം ലോകം എന്നോട് എങ്ങനെ പെരുമാറും എന്ന അവരുടെ ഭയം പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് പിന്തിരിയേണ്ടി വന്നു. തീരെ നടക്കാൻ സാധിക്കാത്ത എനിക്ക് വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു. സാധാരണ ജോലിക്കാരായ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ ചെയ്തു തന്നു. 4 മക്കളായിരുന്നു എൻ്റെ അപ്പനും അമ്മയ്ക്കും. 3 ആൺകുട്ടികളും ഞാനും. 3 ആങ്ങളമാരും സപ്പോർട്ടായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി. ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന പ്രതീക്ഷയാൽ ഒരുപാട് ചികിത്സ നടത്തി. അതിൻ്റെ ഫലത്താൽ കാഴ്ചയിൽ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം എൻ്റെ 18-ാം വയസ്സിൽ നടന്നു. അന്ന് അപ്പന് സ്ട്രോക്ക് വന്ന് തളർന്നുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന നേരം. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പന് അങ്ങനെ സംഭവിച്ചപ്പോൾ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എന്ന ചിന്തയായി. അപ്പൻ്റെ ചികിത്സയ്ക്ക് നല്ല കാശ് വേണം. ഏട്ടന് 20 വയസ്സ്. ജീവിതത്തിൻ്റെ ഗൗരവം ഒന്നും അങ്ങനെ മനസ്സിലാക്കാത്ത പ്രായം. മറ്റു 2 പേരും എന്നെ താഴെയായിരുന്നു. വേറൊന്നും ഞാൻ ചിന്തിച്ചില്ല. 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ ക്ലാസ്സിലെ കുട്ടികളും വന്നു തുടങ്ങി. ധാരാളം കുട്ടികളുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അപ്പൻ്റെ ഓരോ സൈഡ് തളരും. ചികിത്സയിലൂടെ തിരിച്ചു വരും. അങ്ങനെ 13 വർഷം കടന്നുപോയി. മരണപ്പെടുന്നതിൻ്റെ 3 ദിവസം മാത്രമാണ് അപ്പൻ തീരെ കിടന്നുപോയത്. അതിനിടയിൽ സഹോദരങ്ങൾ ഓരോ ജോലി കണ്ടെത്തി. തുടർന്ന് അവരുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ അവരുടെ കുട്ടികളൊക്കെയായി ജീവിതം തുടർന്നുപോയി. വീട്ടിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെയാണ് 8 മുതൽ 10 വരെ പഠിച്ചിരുന്ന ശാന്തി ഭവനിലെ കൂട്ടുകാർ ഓരോരുത്തരെയും തേടിപ്പിടിച്ച് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അതായിരുന്നു മാറ്റങ്ങളുടെ തുടക്കം. അവിടെ നിന്ന് ദർശന ക്ലബിൽ എത്തിപ്പെട്ടു. അവിടെ ജീവിതത്തിന് കൂടുതൽ നിറം പിടിപ്പിക്കാൻ സാധിച്ചു. ഭിന്നശേഷിക്കാരുടെ സ്വന്തം കഴിവുകൾ പ്രകടമാക്കാൻ വേദിയൊരുങ്ങി. റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ അച്ഛനാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചത്. സ്വന്തം പരിശ്രമം കൊണ്ടും മറ്റുള്ളവരുടെ പ്രോത്സാഹനം കൊണ്ടും പടിപടിയായി ഓരോ വിജയങ്ങളും എത്തിത്തുടങ്ങി. മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്ന പല കഴിവുകളും തിരിച്ചറിഞ്ഞു. പല പല മേഖലകളിൽ എത്തിച്ചേർന്നു. സമ്മാനങ്ങൾ കരസ്ഥമാക്കി. കലാപരമായ മേഖല, കായിക മേഖല, സാമൂഹ്യ പ്രവർത്തനം, മോട്ടിവേഷൻ ക്ലാസ്, പല പല സംഘടനകളിൽ പ്രവർത്തിക്കാൻ അവസരം. അങ്ങനെ ഭിന്നശേഷി എന്നത് ഒരു കുറവല്ല, അത് നമുക്ക് വലിയ ഉൾക്കാഴ്ചയിലേക്കുള്ള ഒരു വാതായനമാണെന്ന് മനസ്സിലാക്കി. അത് നമുക്ക് ആദ്യം തന്നെ ബോധ്യപ്പെടണം. ഒരുപാട് വിജയങ്ങൾ എന്നെ തേടിയെത്തി. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കാൻ സാധിച്ചു. ആത്മീയ മേഖലയിൽ ജെറുസലേമിലെ പട്ടത്തച്ഛൻ വഴി നടത്തി. ആഗ്രഹിച്ച നേരത്ത് എല്ലാം നമുക്ക് ലഭിച്ചെന്ന് വരില്ല.
എങ്കിലും കാറ്റും കോളും പ്രതിസന്ധികളും അതിജീവിച്ച് നേടിയെടുത്ത വിജയങ്ങൾക്ക് ഒരു പ്രത്യേക സുഖമുണ്ടായിരിക്കും, അതിനൊരു പ്രത്യേക മധുരമുണ്ടായിരിക്കും. നമ്മെ മനസ്സിലാക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാവാം, സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ നിൽക്കുന്നവർ. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാം, പക്ഷേ തോൽക്കില്ല എന്നുറച്ച് നാം എടുക്കുന്ന ഓരോ ചുവടും വിജയം നേടിത്തരും. അത് കാലത്തിൻ്റെ ഒരു സത്യമാണ്. ലക്ഷ്യബോധത്തോടെ മുന്നേറുക, വിജയം സുനിശ്ചിതം. അത് അനുഭവമാണ്. എല്ലാം തികഞ്ഞവരോട് ഒരു വാക്ക്. തളർന്നു നിൽക്കുന്നവർക്ക് ഒരു തണൽ കൊടുക്കുക. നാളെ നിങ്ങൾ തളരുമ്പോൾ ഉറപ്പായും ഒരു കൈ നിങ്ങളെ തേടി വരും. കാലചക്രം തിരിഞ്ഞു വന്ന ഇപ്പോൾ ഭിന്നശേഷിയുള്ളവരെ ഉൾക്കൊള്ളാനും അവരുടെ ഉൾക്കരുത്തിൻ്റെ വിജയം കൊണ്ട് മാതാപിതാക്കൾ, ബന്ധുക്കൾ എന്നിവർ അറിയപ്പെടാനും തുടങ്ങി. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ സന്തോഷം. ചേർത്ത് പിടിക്കാൻ നല്ല മനസ്സുള്ളവർ ഇന്ന് ഉണ്ട്. പണ്ടത്തെ കാലഘട്ടം പോലെയല്ല ഇന്ന്. സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. വിജയത്തിൻ്റെ ഒത്തിരി മേഖലകളും ഉണ്ട്. അതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. ശരീരം ഡിസേബിൾഡ് ആയിരുന്നാലും ചേർത്ത് പിടിച്ചാൽ മനസ്സ് ഏബിളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പുതിയ ചുവടുകൾ എല്ലാവർക്കും നന്മ വരുത്തട്ടെ. പുതിയ മേഖലകളിലേക്ക് ചുവടുകൾ വയ്ക്കാൻ എല്ലാവർക്കും ധൈര്യമുണ്ടാവട്ടെ. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമാണ് നാം വാർത്തെടുക്കേണ്ടത്. പല പല ഘട്ടങ്ങളിൽ നമ്മൾ തളരുമ്പോൾ കൈത്താങ്ങായി, ഒരു തലോടലായി സമൂഹം നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന ബോധ്യമാണ് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. നമ്മൾക്ക് മാത്രമല്ല വിജയം, മറ്റുള്ളവർക്കും വിജയം ഉണ്ടാവണം. അത് കണ്ട് നമ്മളും സന്തോഷിക്കണം എന്ന ചിന്തയോടെ പ്രവർത്തിച്ചാൽ ഒട്ടനവധി മേഖലകളിൽ ഒരുപാട് പേർക്ക് സന്തോഷം കൊടുക്കാൻ നമ്മെ പോലുള്ളവർക്കും സാധിക്കും. എല്ലാവരും എന്നെ ഇത്ര നേരം ശ്രവിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ലീന എം ജെ, നാട്ടിക.